PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 3 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്, ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ 3 മണിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം മാത്സ്, 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മലയാളം, ആ ഒരു രീതിയിലാണ് പോകുന്നത്. പിന്നെ രാത്രി 8 മണിക്ക്, തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം. ഞായറാഴ്ച ദിവസം രാത്രി 8 മണിക്ക് നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈവായിട്ട് പരീക്ഷയായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ്സുകൾക്ക് പുറമെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ്സും PDF എല്ലാം നമ്മൾ ടെലിഗ്രാം വഴി ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ടും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ തരുന്നുണ്ട്. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ക്ലാസ്സുകളാണ് വരുന്നത്, അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ടെലിഗ്രാമിൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക. ക്ലാസ്സുകൾ മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ വീഡിയോ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ്. LDCക്കാണെങ്കിലും LGSനാണെങ്കിലും വരുന്ന ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിലും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഏതൊരു ചോദ്യപേപ്പർ എടുത്ത് നോക്കിക്കോളൂ, ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. 1, 2 ചോദ്യം വരെ വരുന്ന ഒരു ഏരിയ ആണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് വിവരാവകാശ നിയമത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒന്നും ചോദിക്കാനില്ല. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നൽകുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് പഠിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിവിടെ നൽകുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് എല്ലാം പറയുന്നത്. അപ്പോൾ നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ് ഇന്ന് രാത്രി 8 മണിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായി നോട്ട് തയ്യാറാക്കി പഠിച്ചു കഴിഞ്ഞാൽ രാത്രി നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാനുള്ളൊരു വേദി കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ എന്താണ് വിവരാവകാശ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യൻ പൗരന്മാർക്ക് സർക്കാർ വിവരങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തെ സംബന്ധിച്ചും അത് സംബന്ധിച്ച നിയമങ്ങളെ പറ്റിയും വേണ്ട രീതികളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ആക്റ്റാണ് RTI ആക്ട് അഥവാ വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് സർക്കാർ വിവരങ്ങൾ അറിയുവാനുള്ള അവകാശത്തെ സംബന്ധിച്ചും അത് സംബന്ധിച്ച നിയമങ്ങളെ പറ്റിയും വേണ്ട രീതികളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ആക്റ്റാണ് RTI ആക്ട് അഥവാ വിവരാവകാശ നിയമം. ഈ നിയമപ്രകാരം ഓരോ പൗരനും സർക്കാർ ഓഫീസുകളിൽ നിന്ന് എന്ത് ചെയ്യാം, ആവശ്യമുള്ള വിവരങ്ങൾ തേടുവാനുള്ള അവകാശമുണ്ട്. സുതാര്യത, ഉത്തരവാദിത്വം, അഴിമതി നീക്കം ചെയ്യൽ, അതുപോലെ ഗവൺമെന്റും പൗരനും തമ്മിലുള്ള പങ്കാളിത്തം, ഇവയൊക്കെയാണ് ഈ നിയമത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. വിവരാവകാശ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? സുതാര്യത, ഉത്തരവാദിത്തം, അഴിമതി നീക്കം ചെയ്യൽ, അതുപോലെ ഗവൺമെന്റും പൗരനും തമ്മിലുള്ള പങ്കാളിത്തം, ഗവൺമെന്റും പൗരനും തമ്മിലുള്ള പങ്കാളിത്തം, ഇതെല്ലാമാണ് വിവരാവകാശ നിയമത്തിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ. നോട്ട്സ് നിങ്ങൾ തയ്യാറാക്കണം കേട്ടോ. പൗരന് വിവരങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഈ ആക്ടിന്റെ അടിസ്ഥാന ലക്ഷ്യം. പൗരന് വിവരങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഫസ്റ്റ് പറയുന്നത് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്.
ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ. ലോകത്താദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? സ്വീഡനാണ്. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. ഈ 2005 വിവരാവകാശ നിയമം RTI ആക്ട് എന്ന് പറയുന്ന വർഷം എത്രയാണ്? 2005 ആണ്. അപ്പം 2005 വിവരാവകാശ നിയമം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. വർഷം 1997 വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇനി 2005 RTI ആക്ട് ആദ്യമായിട്ട് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ്. 2005 വിവരാവകാശ നിയമം ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം രാജസ്ഥാൻ എന്നത് ഓർത്തിരിക്കുക. ഈ വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ സംഘടന ആണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ MKSS. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്ന സംഘടനയാണ് വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ സംഘടന. ഈ സംഘടനയുടെ സ്ഥാപക ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണ റോയ് ആണ് MKSSന്റെ സ്ഥാപക. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ അപേക്ഷ നൽകിയത് ഷാഹിദ് റാസ ബർനെ ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ അപേക്ഷ നൽകിയത് ആരാണ്? ഷാഹിദ് കേട്ടോ. ഷാഹിദ് റാസ ബർനെ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ അപേക്ഷ നൽകിയത് പൂനെ പോലീസ് സ്റ്റേഷനിലാണ് നൽകിയത് കേട്ടോ. പൂനെ പോലീസ് സ്റ്റേഷനിലാണ് നൽകിയത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡൻ. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. പിന്നെന്താ പറഞ്ഞേ? വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. വർഷം 1997. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഈ വിവരാവകാശ നിയമത്തിന്റെ അത് പാസാക്കുവാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. അതിന്റെ സ്ഥാപക അരുണ റോയ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ അപേക്ഷ നൽകിയത് ഷാഹിദ് റാസ ബർനെ പൂനെ പോലീസ് സ്റ്റേഷനിലാണ് നൽകിയത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി വിവരാവകാശ നിയമം 2005. ഈ വിവരാവകാശ നിയമം 2005 ലോക്സഭ പാസാക്കിയ വർഷം. ലോക്സഭ പാസാക്കിയത് 2005 മെയ് 11. 2005 മെയ് 11 വിവരാവകാശ നിയമം 2005 ലോക്സഭ പാസാക്കുന്നത്. രാജ്യസഭ പാസാക്കിയത് 2005 മെയ് 12. അതിൻ്റെ പിറ്റേ ദിവസം 2005 മെയ് 12 പാസാക്കിയത്. പ്രസിഡന്റ് ഒപ്പുവച്ചത്, രാഷ്ട്രപതി ഒപ്പുവച്ചത് എന്നാണ് 2005 ജൂൺ 15. ജൂൺ 15 പ്രസിഡന്റ് ഒപ്പുവച്ചത്. ഒപ്പുവച്ച പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് വിവരാവകാശ നിയമം 2005 ഒപ്പുവച്ച പ്രസിഡന്റ്. ഡോക്ടർ APJ അബ്ദുൽ കലാം.
ഇനി നിലവിൽ വന്നത് എന്നാണ്? വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005 ഒക്ടോബർ 12-നാണ് നിലവിൽ വരുന്നത്. അപ്പോൾ ഈ എല്ലാ ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. വിവരാവകാശ നിയമം 2005 ലോക്സഭ പാസ്സാക്കുന്നത് 2005 മെയ് 11, രാജ്യസഭ പാസ്സാക്കുന്നത് 2005 മെയ് 12, പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത് 2005 ജൂൺ 15, ഒപ്പുവച്ച പ്രസിഡന്റ് ആരാ? APJ അബ്ദുൽ കലാം. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി വിവരാവകാശ നിയമത്തെ, ഈ 2005 വിവരാവകാശ നിയമത്തെ ഭേദഗതി ചെയ്തു. ഏത് വർഷമാണ്? 2019 ഭേദഗതി ചെയ്തത്. അപ്പോൾ വിവരാവകാശ ഭേദഗതി നിയമം 2019 കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. അപ്പോൾ വിവരാവകാശ ഭേദഗതി നിയമം 2019 ലോക്സഭയിൽ പാസാക്കിയത് 2019 ജൂലൈ 22-നാണ്. 2019 ജൂലൈ 22-നാണ് വിവരാവകാശ ഭേദഗതി നിയമം ലോക്സഭയിൽ പാസ്സായത്. ഇനി രാജ്യസഭയിൽ പാസ്സായത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ജൂലൈ 25-നാണ്. 2019 ജൂലൈ 25. ഇനി പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണ്? പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1-നാണ്. 2019 ഓഗസ്റ്റ് 1-നാണ്. ലോക്സഭയിൽ പാസ്സായത് 2019 ജൂലൈ 22, രാജ്യസഭയിൽ പാസ്സായത് 2019 ജൂലൈ 25, രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1-നാണ്. ഇനി ഈ വിവരാവകാശ ഭേദഗതി നിയമം 2019 പ്രകാരം എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത് എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കണം. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നു. ഓക്കെ, കാലാവധി ആരാണ് തീരുമാനിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നു എന്നൊരു മാറ്റം കൊണ്ടുവന്നു. ഏതിലൂടെ? വിവരാവകാശ ഭേദഗതി നിയമം 2019 കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നു എന്ന് കൊണ്ടുവന്നു. മുൻപ് ഇത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി 2019 ഭേദഗതി അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് അംഗങ്ങളുടെയും മറ്റ് കമ്മീഷണർമാരുടെയും കാലാവധി എത്രയായി? കാലാവധി ഇപ്പോൾ നിലവിൽ 3 വർഷമായിട്ടുണ്ട്. 3 വർഷം. മുൻപ് ഇത് എത്രയായിരുന്നു? 5 വർഷമായിരുന്നു. 3 വർഷമായിട്ട് മാറി. ഉയർന്ന പ്രായപരിധി 65 വയസ്സ് തന്നെയാണ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നുള്ളതാണ്. പ്രായപരിധിയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ വർഷം എന്താണ്? കുറച്ചു. 5 വർഷം എന്നുള്ളത് 3 വർഷമായിട്ട് മാറിയിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ വന്നിട്ടുള്ള മാറ്റം, കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് കമ്മീഷണർമാരുടെയും ശമ്പളം നിർണയിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്നുള്ളത് വന്നു. മുൻപ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ശമ്പളത്തിന് തുല്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് കമ്മീഷണർമാരുടെയും ശമ്പളം നിർണ്ണയിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. പിന്നെ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എന്ന് പറയുന്നത് 2,50,000 രൂപയാണ്. 2,50,000 രൂപയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം കേട്ടോ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എത്രയാണ്? 2,50,000 രൂപയാണ്. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ ഇവരുടെ എല്ലാം ശമ്പളം എന്ന് പറയുന്നത് 2,25,000 രൂപയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ശമ്പളം 2,25,000. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളമാണ് 2,50,000 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി
ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ്. വജാഹത്ത് കേട്ടോ, വജാഹത്ത് ഹബീബുള്ള ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വജാഹത്ത് ഹബീബുള്ള. രണ്ടാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? AN തിവാരിയാണ്. AN തിവാരിയാണ് രണ്ടാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ടുള്ള ആദ്യ വനിതയാണ് ദീപക് സന്ധു. ദീപക് സന്ധു ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വനിത. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ്. സുഷമ സിംഗ്. ഓക്കെ, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമാരിയ. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ആര്? ഹീരാലാൽ സമാരിയ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിവരാവകാശ ഭേദഗതി നിയമം 2019 ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു നിയമപ്രകാരം ചില വ്യവസ്ഥകളുണ്ട്. ഓക്കെ, ചില വ്യവസ്ഥകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണ് ഇവിടെയുള്ള വ്യവസ്ഥകൾ എന്നുള്ളത് നോക്കാം. വിവരാവകാശ നിയമത്തിലെ ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ വ്യവസ്ഥ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ദിവസത്തിനുള്ളിലാണ്. 30 ദിവസത്തിനുള്ളിലാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ അദ്ദേഹം അതിന് മറുപടി നൽകേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. ഇനി അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് 35 ദിവസത്തിനുള്ളിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ് എന്നുണ്ടെങ്കിൽ തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് 30 ദിവസത്തിനുള്ളിലും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് 35 ദിവസത്തിനകമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അപേക്ഷാ ഫീസ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായിട്ടുള്ള അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. ഇനി ഇങ്ങനെ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് ഒരു ദിവസം 250 രൂപയാണ്. 250 രൂപയാണ് പെർ ഡേ ആണ് കേട്ടോ. പെർ ഡേ ആണ് 250 രൂപ. ഒരു ദിവസം 250 രൂപ. പരമാവധി 25,000 രൂപ വരെ വരും. പരമാവധി 25,000 രൂപ വരെയാണ് വരുന്നത്. അപ്പം സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് പെർ ഡേ 250 രൂപയാണ്. പരമാവധി എന്ന് പറയുന്നത് എത്രയാ? 25,000 രൂപയാണ്. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകേണ്ടത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു തീരുമാനം പറഞ്ഞു, അതിനെതിരെ നമുക്ക് അപ്പീൽ പോകണം എന്നുണ്ടെങ്കിൽ അത് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ചിട്ട് 30 ദിവസത്തിനുള്ളിലായിരിക്കണം അപ്പീൽ പോകേണ്ടത് കേട്ടോ. അപ്പീൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിന്മേൽ അപ്പീൽ പോകുവാനുള്ള സമയപരിധി 30 ദിവസത്തിനകമാണ്. മറുപടി ലഭിച്ച് 30 ദിവസം അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിലാണ് നമുക്ക് അപ്പീൽ പോവാനായിട്ട് സാധിക്കുക.
ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായിട്ട് ആർക്കാണ് നമ്മൾ അപ്പീൽ നൽകേണ്ടത്? അപ്പീൽ കൊടുക്കേണ്ടത് പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥന്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഓഫീസർ ഉദ്യോഗസ്ഥൻ ആരാണോ അദ്ദേഹത്തിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്പീൽ നൽകേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് ഒന്നാമത്തെ അപ്പീൽ. ഇനി അത് 30 ദിവസത്തിനുള്ളിൽ നൽകണം. ഇനി രണ്ടാം അപ്പീൽ നമ്മൾ കൊടുക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് 90 ദിവസത്തിനുള്ളിലാണ് നൽകേണ്ടത്. രണ്ടാമത്തെ അപ്പീലിനുള്ള സമയപരിധി എത്രയാണ്? 90 ദിവസത്തിനകം നൽകണം. അത് ആർക്കാണ് നൽകേണ്ടത്? രണ്ടാമത്തെ അപ്പീൽ 90 ദിവസത്തിനകം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് നൽകേണ്ടത്. വിവരാവകാശ കമ്മീഷനാണ് രണ്ടാം അപ്പീൽ നൽകേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് മറുപടി എന്താണ്? ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകേണ്ട സമയപരിധി 30 ദിവസത്തിനുള്ളിലാണ്. മറുപടി ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാം. അത് ആർക്കാണ് നൽകുന്നത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഇനി രണ്ടാമത്തെ അപ്പീൽ നമ്മൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ 90 ദിവസത്തിനകമാണ് നൽകേണ്ടത്. അത് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് നമ്മൾ നൽകേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുൻപ് വരെയുള്ളതാണ് വിവരങ്ങളാണ് നമുക്ക് ഈ ഒരു വിവരാവകാശ നിയമം വഴി ലഭിക്കാവുന്നത്. എത്ര വർഷം? നമ്മൾ അപേക്ഷിക്കുന്നത് എപ്പോഴാണോ ആ തീയതി മുതൽ 20 വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങളാണ്. 20 വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് നമുക്ക് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അന്തിമ തീരുമാനപ്രകാരം ലഭിക്കാവുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇടപെടാൻ കഴിയുന്ന കോടതികൾ ഏത് കോടതികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ പറ്റത്തുള്ളൂ. സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടുവാൻ അധികാരമില്ല. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കണം. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് വിവരാവകാശം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനുള്ള അധികാരമുള്ളൂ. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226. അതുകൂടെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളുടെ മറുപടി നൽകേണ്ട സമയപരിധി എന്ന് പറയുന്നത് 48 മണിക്കൂറാണ്. 48 മണിക്കൂറാണ് ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളുടെ മറുപടി നൽകേണ്ട സമയപരിധി 48 മണിക്കൂർ. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വ്യവസ്ഥകൾ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് അറിയാനുള്ളത്. നോട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫീസുകളെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ വിവരാവകാശ നിയമം അറിയാനായിട്ട് നമ്മൾ അപേക്ഷ നൽകുമ്പോൾ നമ്മൾ ചെറിയ ഫീസൊക്കെ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ആ ഫീസ് എന്ന് പറയുന്നതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. അതായത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന അപേക്ഷ A4 സൈസ് പേപ്പറിലാണ് അല്ലെങ്കിൽ A3 പേജിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ A4 അല്ലെങ്കിൽ A3 പേജിൽ വിവരം ലഭിക്കാനായിട്ട് പേജ് ഒന്നിന് 2 രൂപ വെച്ചിട്ട് അടയ്ക്കണം. പേജ് ഒന്നിന് 2 രൂപ വെച്ചിട്ട്. ഇപ്പോൾ കേരള സർക്കാർ ചെറിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ പറയാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഈ നിയമങ്ങൾ പറയുവാണ്. A4 അല്ലെങ്കിൽ A3 പേജ് ആണ് എന്നുണ്ടെങ്കിൽ ആ പേജിൽ വിവരം ലഭിക്കാനായിട്ട് പേജ് ഒന്നിന് 2 രൂപ അടയ്ക്കണം. ഇനി വലിയ സൈസ് പേപ്പറിലാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കേണ്ടതെന്ന് വിചാരിക്കുക. വലിയ സൈസ് പേപ്പറിലാണ് വിവരം ലഭിക്കാൻ ചിലവാകുന്നത് എന്നുണ്ടെങ്കിൽ ആ വലിയ സൈസ് പേപ്പറിൽ വിവരം ലഭിക്കാൻ അല്ലെങ്കിൽ ആ വലിയ സൈസിന് എത്രത്തോളം ചിലവാകുമോ ആ ചിലവാകുന്ന തുക തന്നെ നമ്മൾ അടയ്ക്കണം. ചിലവാകുന്ന തുക വലിയ സൈസ് പേപ്പറിലാണെങ്കിൽ അതിന് എത്രത്തോളം തുക ചിലവാകുമോ ആ ചിലവാകുന്ന തുക നമ്മൾ ഫീസായിട്ട് നൽകണം. ഇനി ഡിസ്ക് അല്ലെങ്കിൽ ഫ്ലോപ്പി എന്നിവയിൽ വിവരം ലഭിക്കാനാണെങ്കിൽ ഡിസ്ക് ഒന്നിന് 50 രൂപ. ഡിസ്ക് അഥവാ ഫ്ലോപ്പിയിലാണെന്നുണ്ടെങ്കിൽ ഡിസ്ക് ഒന്നിന് 50 രൂപ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫീസ് അടയ്ക്കണം. ഇനി വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യ 1 മണിക്കൂർ സൗജന്യമാണ്. വിവരം നമ്മൾ
നേരിട്ടാണ് അന്വേഷിക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ എങ്ങനെയാണ്? ആദ്യത്തെ 1 മണിക്കൂർ സൗജന്യമാണ്. ആദ്യത്തെ 1 മണിക്കൂർ സൗജന്യമാണ്. പിന്നീട് തുടർന്നുള്ള ഓരോ 30 മിനിറ്റിനും എന്ത് വേണം? 30 മിനിറ്റ് കൂടുന്ന സമയത്ത് 10 രൂപ വെച്ചിട്ട് നൽകണം. 30 രൂപ വെച്ചിട്ട് 30 മിനിറ്റിന് 10 രൂപ വെച്ച് നൽകണം. ഓക്കെ. അപ്പോൾ A4 അല്ലെങ്കിൽ A3 പേജിലുള്ള ഇൻഫർമേഷൻ കിട്ടാനായിട്ട് പേജ് 1-ന് 2 രൂപ നൽകണം. വലിയ സൈസ് പേപ്പറിലാണെങ്കിൽ അതിന് എത്രത്തോളം തുക ചിലവാകുമോ ആ ചിലവാകുന്ന തുക നമ്മൾ കൊടുക്കണം. ഡിസ്ക് അല്ലെങ്കിൽ ഫ്ലോപ്പിയിലാണ് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നതെങ്കിൽ ഡിസ്ക് 1-ന് 50 രൂപ വെച്ച് നൽകണം. നേരിട്ടാണ് നമ്മൾ വിവരം അന്വേഷിക്കുന്നതെങ്കിൽ 1 മണിക്കൂർ സൗജന്യമായിരിക്കും. തുടർന്നുള്ള ഓരോ 30 മിനിറ്റിനും 10 രൂപ വെച്ചിട്ട് നമ്മൾ നൽകണം എന്നുള്ളതാണ് ഫീസിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഇപ്പോൾ കേരള സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പുതിയ ഫീസ് എന്ന് പറയുന്നത് ഈ A4 പേജ് ഉണ്ടല്ലോ, A4 സൈസ് പേജ് ആണെന്നുണ്ടെങ്കിൽ പേജ് 1-ന് 3 രൂപയാണ്. പേജ് 1-ന് 3 രൂപയാണ് ഇപ്പോൾ കേരള സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പുതിയ ഫീസ് നിരക്ക് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പുതിയ ഫീസ് നിരക്കാണ്. A4 പേജ് ആണെന്നുണ്ടെങ്കിൽ പേജ് 1-ന് 3 രൂപ. CD ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴിയാണെങ്കിൽ 75 രൂപ വെച്ചിട്ടാണ് ഈടാക്കുന്നത്. 75 ഇത് പുതുക്കിയ നിരക്കാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീസ് നിരക്കിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അടുത്തത് സൗജന്യ വിവരാവകാശം. അതായത് ആർക്കൊക്കെയാണ് സൗജന്യമായിട്ട് വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സൗജന്യമായിട്ട് വിവരം അറിയുവാനുള്ള അവകാശമുള്ള ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ആണെങ്കിൽ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ അല്ലെങ്കിൽ BPL-കാരാണെങ്കിൽ അവർക്ക് സൗജന്യമായിട്ടും വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ സൗജന്യ വിവരാവകാശം ലഭ്യമാകുന്ന ഒന്നാമത്തെ കാറ്റഗറി ആരാണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ അല്ലെങ്കിൽ BPL കാറ്റഗറിയിലുള്ളവർക്ക് വിവരം സൗജന്യമായിട്ട് നൽകണം എന്ന നിയമം ഉണ്ട്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 7(5). സെക്ഷൻ 7(5)ലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. രണ്ടാമതായിട്ട് 30 ദിവസം പരിധിക്കുള്ളിൽ പൊതു അതോറിറ്റി അപേക്ഷാ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ, നമ്മളിപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കൊക്കെ പരാതി നൽകിയിട്ട് അവർ ആ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടിയൊന്നും നൽകിയിട്ടില്ല എങ്കിൽ അപേക്ഷാ വിവരങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ അതിനുശേഷം 30 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കത് സൗജന്യമായിട്ട് ഡീറ്റെയിൽസ് തരണം, അവർ വിവരങ്ങൾ തരണം. അടുത്തത് മൂന്നാം കക്ഷി വിവരങ്ങൾ അപേക്ഷ സമർപ്പിച്ച് 40 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? മൂന്നാം കക്ഷി വിവരങ്ങളെക്കുറിച്ചാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചാണെങ്കിൽ അപേക്ഷ സമർപ്പിച്ച് 40 ദിവസം കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരണം? സൗജന്യ വിവരാവകാശം എന്നുള്ള ആ ഒരു ഇതിന് നമുക്ക് അവകാശമുണ്ട്. സൗജന്യമായിട്ട് വിവരങ്ങൾ ലഭിക്കുവാനുള്ള അവകാശമുണ്ട് മൂന്നാം കക്ഷി വിവരങ്ങളെക്കുറിച്ചാണെങ്കിൽ. ഇനി അതുപോലെ അടുത്ത ഒരു നിയമം എന്ന് പറയുന്നത് നോക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് സൗജന്യ വിവരാവകാശത്തിനുള്ള അവകാശമുള്ളവർ. ആരൊക്കെയാണ്? ഒന്നാമത്തെ കാറ്റഗറി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ അല്ലെങ്കിൽ BPL-കാരാണെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് വിവരങ്ങൾ നൽകണം. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 7(5) ആണ്. അതുപോലെ നമ്മളിപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ അതോറിറ്റി നമുക്ക് വിവരങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ 30 ദിവസം കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരണം? സൗജന്യമായിട്ട് വിവരങ്ങൾ നൽകണം. അതുപോലെ മൂന്നാം കക്ഷി വിവരങ്ങളാണെന്നുണ്ടെങ്കിലും അപേക്ഷ സമർപ്പിച്ച് 40 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സൗജന്യമായിട്ട് വിവരങ്ങൾ നൽകണം എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഫീസ് അടയ്ക്കുന്ന രീതികളാണ്. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഫീസ് അടയ്ക്കാനായിട്ട് പറ്റുക? ഫീസ് അടയ്ക്കുന്ന ഒന്നാമത്തെ രീതി കോർട്ട് ഫീ സ്റ്റാമ്പായിട്ട് കേട്ടോ. കോർട്ട് ഫീ സ്റ്റാമ്പായിട്ട് നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. 2, ഗവൺമെൻറ് ട്രഷറി വഴി നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. 3, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസിൽ റെസീപ്റ്റ് വഴി നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസിൽ റെസീപ്റ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം? ഫീസ് അടയ്ക്കാവുന്നതാണ്.
അതുപോലെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബാങ്ക് ചെക്കായിട്ട് കേട്ടോ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബാങ്ക് ചെക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. അതുപോലെ പോസ്റ്റൽ ഓർഡർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫീസ് അടയ്ക്കാവുന്നതാണ്. കോർട്ട് ഫീസ്, സ്റ്റാമ്പ് വഴി, ഗവൺമെൻറ് ട്രഷറി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസ് റെസിപ്റ്റ് വഴി, ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് ചെക്ക് വഴി, പോസ്റ്റൽ ഓർഡർ വഴി, ഇങ്ങനെയെല്ലാം നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. ഇനി സമയപരിധിയുണ്ട്. ഈ വിവരാവകാശ നിയമത്തിൽ കുറച്ച് സമയപരിധികൾ നമ്മൾ കുറച്ചെണ്ണം നേരത്തെ പറഞ്ഞു അല്ലേ, എത്ര ദിവസത്തിനുള്ളിലൊക്കെയാണ് വിവരങ്ങൾ ലഭിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ നിയമത്തിൽ പറയുന്ന കംപ്ലീറ്റ് സമയപരിധിയും പറയുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അപേക്ഷ സമർപ്പിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കാണുന്നുണ്ടെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ദിവസത്തിനുള്ളിലാണ്. അത് ഒന്നാമത്തെ സമയപരിധി, ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ നൽകുന്നത് എങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. ഇനി അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ ഈ അപേക്ഷ നൽകുന്നത് എങ്കിൽ, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ നൽകുന്നത് എങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ്? 35 ദിവസത്തിനുള്ളിലാണ് നമുക്ക് അപേക്ഷ മറുപടി കിട്ടേണ്ടത് അല്ലെ. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ നൽകുന്നത് എങ്കിൽ 35 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി ലഭിക്കണം. ഇനി വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണെങ്കിൽ, വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്ന വിവരങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എത്ര മണിക്കൂറിനുള്ളിൽ ലഭിക്കണം? 48 മണിക്കൂറിനുള്ളിൽ ലഭിക്കണം എന്നുള്ളതാണ്. 48 മണിക്കൂറിനുള്ളിൽ ലഭിക്കണം എന്നുള്ളതാണ് സമയപരിധി. ഇനി മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുത്തുന്നുവെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ്? 40 ദിവസത്തിനുള്ളിലാണ് കേട്ടോ. മൂന്നാം കക്ഷി ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മൂന്നാം കക്ഷി ഉൾപ്പെടുന്നുവെങ്കിൽ 40 ദിവസത്തിനുള്ളിലാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ എത്ര ദിവസമാണ്? 5 ദിവസമാണ് കേട്ടോ. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായുവാനുള്ള സമയപരിധി 5 ദിവസമാണ്. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകുവാനുള്ള സമയപരിധി 10 ദിവസമാണ്. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായുവാനുള്ളത് 5 ദിവസവും മൂന്നാം കക്ഷിക്ക് മറുപടി നൽകുവാനുള്ള സമയപരിധി 10 ദിവസവുമാണ്. ഇനി അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറുവാനുള്ള സമയപരിധി 5 ദിവസമാണ്. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറുവാനുള്ള സമയപരിധി 5 ദിവസമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ് ഒന്നുകൂടെ പറയുന്നത്. ഫസ്റ്റ് അപ്പീൽ നൽകുവാനുള്ള സമയപരിധി എത്രയാണ്? നമ്മൾ പറഞ്ഞു 30 ദിവസത്തിനുള്ളിലാണ് അല്ലെ. 30 ദിവസത്തിനുള്ളിലാണ് ഒന്നാമത്തെ അപ്പീൽ നൽകുവാനുള്ള സമയപരിധി. രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 90 ദിവസത്തിനുള്ളിലാണ് രണ്ടാമത്തെ അപ്പീൽ അല്ലെ. ഒന്നാമത്തെ അപ്പീൽ നൽകേണ്ടതും 30 ദിവസത്തിനുള്ളിലാണ്. ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടതും 30 ദിവസത്തിനുള്ളിലാണ്. അത് ഓർത്തിരിക്കുക. രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 90 ദിവസത്തിനുള്ളിലാണ്. ഇനി കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അത്രയും കാര്യങ്ങളാണ് സമയപരിധി എന്നുള്ളതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്, എങ്കിലും അതിൻ്റെ കീഴിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തത് അധ്യായങ്ങളാണ്. വിവരാവകാശ നിയമത്തിൽ ആകെയുള്ള അധ്യായങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6 അധ്യായങ്ങളാണ് ഉള്ളത്. വിവരാവകാശ നിയമത്തിൽ ആകെയുള്ള അധ്യായങ്ങൾ എത്രയാണ്? 6 അധ്യായങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് പ്രാരംഭികം അഥവാ പ്രിലിമിനറി. രണ്ടാമത്തെ അധ്യായം വിവരത്തിനുള്ള അവകാശവും പൊതു അധികാരികളുടെ സ്ഥാനങ്ങളുടെ കടമകളും. വിവരത്തിനുള്ള അവകാശവും പൊതു അധികാരികളുടെ സ്ഥാനങ്ങളുടെ കടമകളും. മൂന്നാമത്തെ അധ്യായം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ.
നാലാമത്തെ അധ്യായം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അഞ്ചാമത്തെ അധ്യായം കമ്മീഷനുകളുടെ അധികാരം. കമ്മീഷനുകളുടെ അധികാരം, ചുമതല, അപ്പീൽ, പിഴ, ഇതെല്ലാമാണ് അഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ആറാമത്തെ അധ്യായം എന്ന് പറയുന്നത് മിസലേനിയസ് ആണ്, അല്ലെങ്കിൽ പല വക എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അധ്യായങ്ങൾ 6 അധ്യായങ്ങളാണ് വിവരാവകാശ നിയമത്തിലുള്ളത്. പ്രാരംഭികം, വിവരത്തിനുള്ള അവകാശവും പൊതു അധികാരികളുടെ സ്ഥാനങ്ങളുടെ കടമകളും, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, കമ്മീഷനുകളുടെ അധികാരം, ചുമതല, അപ്പീൽ, പിഴ, പലവക. ഇതാണ് 6 അധ്യായങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 6 അധ്യായങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. വകുപ്പുകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വകുപ്പുകൾ എത്ര വകുപ്പുകളാണ്? 31 വകുപ്പുകളാണ് ഉള്ളത്. 31 വകുപ്പുകളാണ്. 2 പട്ടികകളാണ് ഉള്ളത്. 2 പട്ടികകളാണ് ഈ ഒരു നിയമത്തിലുള്ളത്. ഒന്നാമത്തെ പട്ടികയിൽ പറയുന്നത് കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സത്യപ്രതിജ്ഞ. കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞയെക്കുറിച്ച് പറയുന്നു. രണ്ടാമത്തെ പട്ടികയിൽ ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു എന്നതിനെക്കുറിച്ച് പറയുന്നു. ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് രണ്ടാമത്തെ പട്ടിക. ഓക്കെ, അപ്പോൾ ആകെ 2 പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾസ് ആണുള്ളത്. പട്ടിക 1 പറയുന്നത് കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞയെക്കുറിച്ചും, രണ്ടാമത്തെ പട്ടികയിൽ പറയുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു എന്നതിനെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ഇനി ഈ വിവരാവകാശ നിയമം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വിവരം അറിയാൻ വേണ്ടി അപേക്ഷ നൽകുമല്ലോ. അപ്പോൾ അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ചില സ്ഥാപനങ്ങളുണ്ട്. വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ചില സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഈ ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1, ഇൻ്റലിജൻസ് ബ്യൂറോ. അതുപോലെ രണ്ടാമതായിട്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്. 3, സെൻറ്റർ ഇക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ. 4, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്. Then 5, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. 6, ഏവിയേഷൻ റിസർച്ച് സെൻറ്റർ. ഏതൊക്കെയാണ്? ഇൻ്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്, സെൻറ്റർ ഇക്കോണമിക് ഇൻ്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, ഏവിയേഷൻ റിസർച്ച് സെൻറ്റർ. കഴിഞ്ഞില്ല, ഇനിയും ഉണ്ട് കേട്ടോ. അസം റൈഫിൾസ്, സശസ്ത്ര സീമാ ബെൽ. ദെൻ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. പിന്നെ വരുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. അടുത്തത് ബോർഡർ റോഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. അടുത്തത് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ്. ഡയറക്ടർ ജനറൽ ഇൻകം ടാക്സ്. 4, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റ്. അതുപോലെ അടുത്തത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI.
അടുത്തത് നാഷണൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നാഷണൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡ്, നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡ്. ദെൻ അടുത്തത് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് കേട്ടോ, സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ്. ഇത്രയും സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഒഴിവാക്കപ്പെട്ട, വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഏതൊക്കെയാണ്? ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, സെൻട്രൽ ഇക്കോണമിക് ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, ഏവിയേഷൻ റിസർച്ച് സെന്റർ, സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. ഇത് ഞാൻ പറഞ്ഞില്ല അല്ലേ, ഇൻഡോ ടിബറ്റൻ കേട്ടോ, അതും കൂടെ ഓർത്തിരിക്കണേ. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കേട്ടോ, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഞാൻ പറഞ്ഞതാണ്. ദെൻ റിസർച്ച് ആൻഡ് അനലൈസിസ് വിങ് കേട്ടോ, റിസർച്ച് ആൻഡ് അനലൈസിസ് വിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അസം റൈഫിൾസ്, സശസ്ത്ര സീമാ ബൽ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ബോർഡർ റോഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്, ഡയറക്ടർ ജനറൽ ഇൻകം ടാക്സ്, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നാഷണൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ്, സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ്. ഇതെല്ലാം ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങളാണ്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് ഈ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് പറയുന്നത്. നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കുക. പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കുക. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്തവും വർദ്ധിപ്പിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, സുതാര്യത, ഉത്തരവാദിത്തം എന്നിവ വർദ്ധിപ്പിക്കുക. അതുപോലെ ലഭ്യമായ സാമ്പത്തിക ഉറവിടങ്ങളുടെ പരമാവധി ഉപയോഗം ഉറപ്പുവരുത്തുക. ലഭ്യമായ സാമ്പത്തിക ഉറവിടങ്ങളുടെ പരമാവധി ഉപയോഗം ഉറപ്പുവരുത്തുക. അതുപോലെ അഴിമതി നിർമാർജനം ചെയ്യുക. ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക. ഇതെല്ലാം ഈ വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് കേട്ടോ. പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കുക. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്തവും വർദ്ധിപ്പിക്കുക. ലഭ്യമായ സാമ്പത്തിക ഉറവിടങ്ങളുടെ പരമാവധി ഉപയോഗം ഉറപ്പുവരുത്തുക. അഴിമതി നിർമാർജനം ചെയ്യുക. ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക എന്നിവയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി ഈ ഒരു നിയമത്തിലുള്ള പ്രധാനപ്പെട്ട നിർവചനങ്ങളാണ് പറയുന്നത് കേട്ടോ. എന്താണ് വിവരം? വിവരാവകാശം എന്നുള്ള ഈ ഒരു നിയമത്തിൽ പറയുമ്പോൾ വിവരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? വിവരാവകാശ നിയമപ്രകാരം വിവരം എന്ന് വെച്ചാൽ കയ്യെഴുത്തു പ്രതികൾ അടക്കമുള്ള രേഖകൾ, കയ്യെഴുത്ത് അടക്കമുള്ള രേഖകൾ വിവരങ്ങളായിട്ട് നമ്മൾ കണക്ക് കൂട്ടും. അതുപോലെ പ്രമാണങ്ങൾ, മെമ്മോ, ഇമെയിൽ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വിവരമായിട്ട് കണക്ക് കൂട്ടാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. അപ്പം മെമ്മോ, ഇമെയിൽ, ഉത്തരവുകൾ, അതുപോലെ സർക്കുലർ, പ്രസ് റിലീസ്, റിപ്പോർട്ട്,
അഭിപ്രായം, അഭിപ്രായം, നിർദ്ദേശം, നിർദ്ദേശം, ലോഗ് ബുക്ക്, ലോഗ് ബുക്ക്, സാമ്പിൾ, ഇലക്ട്രോണിക് മാധ്യമത്തിലെ വിവരങ്ങൾ, ഇലക്ട്രോണിക് മാധ്യമത്തിലെ വിവരങ്ങൾ, മാതൃക, ഇതെല്ലാം എന്താണ്? വിവരങ്ങളായിട്ട് കണക്ക് കൂട്ടുന്നവയാണ്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വിവരം എന്ന് വച്ചാൽ കയ്യെഴുത്ത് പ്രതികളടക്കമുള്ള രേഖകൾ, പ്രമാണങ്ങൾ, മെമ്മോ, ഇമെയിൽ, ഉത്തരവുകൾ, സർക്കുലർ, പ്രസ് റിലീസ്, റിപ്പോർട്ട്, അഭിപ്രായം, നിർദ്ദേശങ്ങൾ, ലോഗ് ബുക്ക്, സാമ്പിൾ, ഇലക്ട്രോണിക് മാധ്യമത്തിലെ വിവരങ്ങൾ, മാതൃക, ഇതെല്ലാം വിവരങ്ങൾ എന്നതിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി എന്താണ് വിവരാവകാശം എന്നതിൻ്റെ നിർവചനം? ഈ ഒരു നിയമപ്രകാരം വിവരാവകാശം എന്ന് വച്ചാൽ രേഖകളും ജോലികളും പരിശോധിക്കാനും പകർപ്പുകളും സാമ്പിളുകളും എടുക്കാനും ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുവാനുമുള്ള അവകാശമാണ് വിവരാവകാശം. രേഖകളും ജോലികളും പരിശോധിക്കാനും പകർപ്പുകളും സാമ്പിളുകളും എടുക്കാനും ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുവാനുമുള്ള അവകാശത്തെയാണ് വിവരാവകാശം എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി എന്താണ് പൊതു അധികാരി? നമ്മൾ പറഞ്ഞില്ലേ പൊതു അധികാരി. അപ്പോൾ പൊതു അധികാരി എന്നതുകൊണ്ട് വിവരാവകാശ നിയമത്തിൽ അതിൻ്റെ നിർവചനം എന്താണ്? ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ പാർലമെന്റ് സംസ്ഥാന നിയമസഭ നിർമ്മിച്ച നിയമം വഴിയോ സർക്കാർ വിജ്ഞാപനം വഴിയോ നിലവിൽ വന്നതോ രൂപീകരിക്കപ്പെട്ടതോ ആയ എല്ലാ സ്ഥാപനങ്ങളും പൊതു അധികാരിയിൽ ഉൾപ്പെടുന്നതാണ്. പൊതു അധികാരി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ പാർലമെന്റ് സംസ്ഥാന നിയമസഭ നിർമ്മിച്ച നിയമം വഴിയോ സർക്കാർ വിജ്ഞാപനം വഴിയോ നിലവിൽ വന്നതോ രൂപീകരിക്കപ്പെട്ടതോ ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പൊതു അധികാരിയാണ്. പിന്നെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്ന സർക്കാർ ഇതര സ്ഥാപനങ്ങളും എന്താണ്? പൊതു അധികാരിയിൽ വരുന്നതാണ്. അപ്പോൾ പൊതു അധികാരി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ പാർലമെന്റ് സംസ്ഥാന നിയമസഭ നിർമ്മിച്ച നിയമം വഴിയോ സർക്കാർ വിജ്ഞാപനം വഴിയോ നിലവിൽ വന്നതോ രൂപീകരിക്കപ്പെട്ടതോ ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും, അതുപോലെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്ന സർക്കാർ ഇതര സ്ഥാപനങ്ങളും എന്താണ്? പൊതു അധികാരിയിൽ വരുന്നതാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഈ ഒരു വിവരാവകാശ നിയമത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വകുപ്പ്, വകുപ്പ് 3. വകുപ്പ് 3 പറയുന്നത് എന്താണ്? വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 3. എന്താണ് പറയുന്നത്? വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 3. ഇനി വകുപ്പ് 4 പറയുന്നത് എന്താണ്? പൊതു അധികാര സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പൊതു അധികാര സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വകുപ്പ് 4 അപ്പോൾ ഇവിടെ എല്ലാ പൗരന്മാർക്കും വിവരാവകാശമുണ്ട്, പൗരന്മാർക്ക് വിവരാവകാശമുണ്ട് എന്ന് പറയുന്നതാണ് വകുപ്പ് 3. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് വകുപ്പ് 3. പൊതു അധികാര സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 4. അപ്പോൾ ഈ പൊതു അധികാര സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? എല്ലാ രേഖകളും തരംതിരിച്ച് പട്ടിക ഉണ്ടാക്കി സൂക്ഷിക്കുക, എത്രയും വേഗം കമ്പ്യൂട്ടർവൽക്കരിക്കുക, സ്ഥാപനത്തിൻ്റെ ചുമതലകൾ, ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങൾ, നയകാര്യങ്ങൾ, നടപടിക്രമങ്ങൾ, ശമ്പള വിവരങ്ങൾ, ബജറ്റ് വിവരങ്ങൾ സ്വമേധയാ പ്രസിദ്ധീകരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുസ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ പൊതുസ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയുന്നതാണ് എന്ത്? സെക്ഷൻ 4 എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 5 പറയുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ചാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ
പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 5 എന്ന് പറയുന്നത്. ഓക്കെ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 5 എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സെക്ഷൻ 6 പറയുന്നത് വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 6. അതായത് അപേക്ഷ എഴുതി സമർപ്പിക്കാൻ സാധിക്കാത്ത സന്ദർഭത്തിൽ അതിനെല്ലാ സഹായവും കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസർ നൽകണം. ഓക്കെ, അപേക്ഷകനോട് കാരണമോ വ്യക്തിപരമായ വിവരങ്ങളോ വെളിപ്പെടുത്താൻ ആവശ്യപ്പെടരുത്. ഇതെല്ലാം എവിടെ പറയുന്നതാണ്? സെക്ഷൻ 6 പറയുന്നതാണ്. സെക്ഷൻ 6(2) ഈ അപേക്ഷകനോട് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ അപേക്ഷകനോട് കാരണമോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളോ ഒന്നും വെളിപ്പെടുത്താൻ ആവശ്യപ്പെടരുത് എന്ന് പ്രതിപാദിക്കുന്നത് 6(2) അപ്പോൾ 6 പറയുന്നത് വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷ എങ്ങനെയാണ് നമ്മൾ നൽകേണ്ടത്, അപേക്ഷ നൽകുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 6 എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സെക്ഷൻ 8 പറയുന്നത് എന്താണ്? വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നുള്ള ഒഴിവാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 8. അതായത് സെക്ഷൻ 8 പ്രകാരം ഒരു പൗരനും നൽകാൻ പാടില്ലാത്ത ചില വിവരങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെ വിവരങ്ങളാണ് ഈ വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്, അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 8. അപ്പോൾ സെക്ഷൻ 8 പ്രകാരം ഒഴിവാക്കിയിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത്, 1. ഭാരതത്തിൻ്റെയും പരമാധികാരത്തെയും രാജ്യത്തിൻ്റെ സുരക്ഷയെയും ബാധിക്കുന്ന വിവരങ്ങൾ. ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും രാജ്യത്തിൻ്റെ സുരക്ഷയെയും ബാധിക്കുന്ന വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടത് ആവശ്യമില്ല. ശാസ്ത്രീയ താൽപ്പര്യങ്ങളെയും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെയും സംബന്ധിക്കുന്നത്, വിദേശ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയും ശാസ്ത്രീയ താൽപ്പര്യങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. ഏതെങ്കിലും നിയമ കോടതി അല്ലെങ്കിൽ ട്രൈബ്യൂണൽ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും വിലക്കിയിരിക്കുന്ന വിവരങ്ങൾ, ഏതെങ്കിലും നിയമ കോടതി അല്ലെങ്കിൽ ട്രൈബ്യൂണൽ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് എന്താണ് വെളിപ്പെടുത്തേണ്ടതായിട്ട് ഇല്ല. അപ്പോൾ ആ വിവരങ്ങളെക്കുറിച്ചാണ് എന്തിൽ പറയുന്നത്? സെക്ഷൻ 8 പറയുന്നത്. തീർന്നില്ല കേട്ടോ, ഇനിയും ഉണ്ട്. ഇനി വരുന്നത് പാർലമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക അവകാശ ലംഘനത്തിന് കാരണമാവുന്ന വിവരങ്ങൾ. പാർലമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക അവകാശ ലംഘനത്തിന് കാരണമാവുന്ന വിവരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കേണ്ടതില്ല, വെളിപ്പെടുത്തേണ്ടത് ഇല്ല എന്നുള്ളത്. അതുപോലെ പൊതുജന താൽപ്പര്യം ആവശ്യപ്പെടുന്നില്ല എന്ന് അധികാരിക്ക് ബോധ്യപ്പെട്ടതും മൂന്നാം കക്ഷിക്ക് ഹാനികരമായേക്കാവുന്ന വ്യാപാര രഹസ്യങ്ങൾ, സ്വത്ത് വിവരങ്ങൾ ഇതും വെളിപ്പെടുത്തേണ്ടതില്ല. പൊതുജന താൽപ്പര്യം ആവശ്യപ്പെടുന്നില്ല എന്ന് അധികാരിക്ക് ബോധ്യപ്പെട്ടതും മൂന്നാം കക്ഷിക്ക് ഹാനികരമായേക്കാവുന്ന വ്യാപാര രഹസ്യങ്ങൾ അതുപോലെ സ്വത്ത് വിവരങ്ങൾ ഇതൊന്നും വെളിപ്പെടുത്തേണ്ടതായിട്ട് ഇല്ല. അതുപോലെ ഒരാൾക്ക് വിശ്വാസ അധിഷ്ഠിതമായ ബന്ധത്തിലൂടെ ലഭിച്ചത് അല്ലെങ്കിൽ പൊതു താല്പര്യമില്ലാത്തതുമായിട്ടുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതായിട്ടില്ല. അപ്പം ഇങ്ങനെ നമുക്ക് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇനി പറയുവാണെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ വ്യക്തികളുടെ ജീവനോ സുരക്ഷയ്ക്കോ അപകടം വരുത്തുന്ന വിവരങ്ങൾ, വ്യക്തികളുടെ ജീവൻ അല്ലെങ്കിൽ സുരക്ഷ ഇതിനൊക്കെ അപകടം വരുത്തുന്നതാണ് എന്നുണ്ടെങ്കിൽ അതും വെളിപ്പെടുത്തേണ്ടതായിട്ടില്ല. കേസന്വേഷണം, കുറ്റവാളികളുടെ അറസ്റ്റ്, പ്രോസിക്യൂഷൻ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങളാണെങ്കിൽ, ഏതെങ്കിലും ഒരു കേസ് അന്വേഷണത്തെയോ അല്ലെങ്കിൽ കുറ്റവാളികളുടെ അറസ്റ്റിനെയോ പ്രോസിക്യൂഷൻ നടപടിക്രമത്തെയോ ഒക്കെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങളാണെങ്കിൽ അതും നമുക്ക് വെളിപ്പെടുത്തേണ്ടതായിട്ടില്ല. മന്ത്രിസഭയുടെയും സെക്രട്ടറിമാരുടെയും മറ്റുദ്യോഗസ്ഥന്മാരുടെയും ചർച്ചാരേഖകൾ അതും നമുക്ക് വെളിപ്പെടുത്തേണ്ടതായിട്ടില്ല. മന്ത്രിസഭയുടെ, സെക്രട്ടറിമാരുടെ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥന്മാരുടെ ചർച്ചാരേഖകൾ വെളിപ്പെടുത്തേണ്ടതായിട്ടില്ല. വ്യക്തിഗത വിവരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വെളിപ്പെടുത്തൽ പൊതു താല്പര്യവുമായി ബന്ധമില്ലാത്തതാണെങ്കിൽ അതും നമുക്ക് വെളിപ്പെടുത്തേണ്ടതായിട്ട് ഇല്ല.
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സെക്ഷൻ 8 പറയുന്നത്. നമ്മൾ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് 8 പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് ഒരു പൗരനും നൽകാൻ പാടില്ലാത്ത വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് സെക്ഷൻ 8 പറയുന്നത്. 1, ഭാരതത്തിൻ്റെയും പരമാധികാരത്തെയും രാജ്യത്തിൻ്റെ സുരക്ഷയും ബാധിക്കുന്ന വിവരങ്ങൾ, ശാസ്ത്രീയ താൽപ്പര്യങ്ങളെയും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെയും ബാധിക്കുന്ന കാര്യങ്ങൾ, ഏതെങ്കിലും നിയമ കോടതി അല്ലെങ്കിൽ ട്രൈബ്യൂണൽ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും വിലക്കിയിരിക്കുന്ന വിവരങ്ങൾ, പാർലമെന്റ് സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക അവകാശ ലംഘനത്തിന് കാരണമാകുന്ന വിവരങ്ങൾ, പൊതുജന താൽപര്യം ആവശ്യപ്പെടുന്നില്ല എന്ന അധികാരിക്ക് ബോധ്യപ്പെട്ടതും മൂന്നാം കക്ഷിക്ക് ഹാനികരമായേക്കാവുന്ന വ്യാപാര രഹസ്യങ്ങൾ, സ്വത്ത് വിവരങ്ങൾ ഇതൊന്നും വെളിപ്പെടുത്തേണ്ടതില്ല. ഒരാൾക്ക് വിശ്വാസാധിഷ്ഠിതമായ ബന്ധത്തിലൂടെ ലഭിച്ചത് അല്ലെങ്കിൽ പൊതു താൽപര്യമില്ലാത്തതുമായിട്ടുള്ള വിവരങ്ങൾ, വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരങ്ങൾ, ഏതെങ്കിലും വ്യക്തികളുടെ ജീവനോ സുരക്ഷയ്ക്കോ അപകടം വരുത്തുന്ന വിവരങ്ങൾ, കേസ് അന്വേഷണം അല്ലെങ്കിൽ ഒരു കുറ്റവാളിയുടെ അറസ്റ്റ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ, മന്ത്രിസഭയുടെയും സെക്രട്ടറിമാരുടെയും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയും ചർച്ചാരേഖകൾ, വ്യക്തിഗത വിവരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുത്തുവാൻ പൊതു താൽപര്യവുമായി ബന്ധമില്ലാത്തതുമായിട്ടുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതായിട്ടില്ല. ഇതൊക്കെയാണ് സെക്ഷൻ 8 പറയുന്നത്. ഇനി സെക്ഷൻ 9 എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവരങ്ങൾ നിരസിക്കുവാനുള്ള കാരണങ്ങളെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 9. വിവരങ്ങൾ നിരസിക്കുവാനുള്ള കാരണങ്ങൾ, അതായത് ഇപ്പോൾ രേഖയുടെ ഒരു ഭാഗം വിവരം മാത്രം നൽകുമ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷകനെ അറിയിച്ചു, ഒരു ഭാഗത്ത് വിവരങ്ങൾ നൽകി, മറ്റുള്ള ഭാഗങ്ങൾ നമ്മൾ വിവരങ്ങൾ നൽകിയില്ല. അപ്പോൾ എന്തുകൊണ്ട് ആ വിവരങ്ങൾ നൽകിയില്ല? വിവരങ്ങൾ നിരസിക്കുന്നതിനുള്ള കാരണങ്ങളെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 9 എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, ഇപ്പോൾ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ കഴിച്ചുള്ള രേഖയിലെ വിവരങ്ങൾ മാത്രമാണ് ഞാൻ നൽകിയിട്ടുള്ളത്. ആ തീരുമാനമെടുക്കുവാനുള്ള കാരണം എന്താണ്, തീരുമാനമെടുക്കുന്ന ആളുകളുടെ പേരും തസ്തികയും, അപേക്ഷൻ കണക്കാക്കേണ്ട ഫീസിന്റെ വിശദാംശങ്ങൾ, തീരുമാനം പുനഃപരിശോധിക്കുന്നതിനുള്ള അപേക്ഷകന്റെ അവകാശങ്ങളും ഫീസും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെയാണ് സെക്ഷൻ 9 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയാനായിട്ട്, ഈ ഒരു നിയമപ്രകാരം നമുക്ക് പഠിക്കേണ്ട സെക്ഷൻ. ഇനി ഈ ഒരു വിവരാവകാശ നിയമപ്രകാരം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലഭ്യമാകും? ഇപ്പം നമ്മൾ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ വെളിപ്പെടുത്തേണ്ടതില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഒരു വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. എന്തൊക്കെയാണ്? ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, സർക്കുലർ, മെമ്മോകൾ, ഉത്തരവുകൾ, പിന്നെ കരാറുകൾ, റിപ്പോർട്ടുകൾ, അതുപോലെ ഉപദേശങ്ങൾ, ലോഗ് ബുക്ക് ഇതിപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള വിവരങ്ങൾ, അതുപോലെ സ്ഥിതിവിവര കണക്കുകൾ, 4 ഇമെയിൽ, അതുപോലെ പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, സ്ഥിതിവിവര കണക്കുകൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ. ഇതെല്ലാമാണ് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും വിവരാവകാശ നിയമവുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ഇവിടെ നിന്ന് ചോദ്യം വരാം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയാസാണ്. അപ്പോൾ ഒരു പോയിന്റ് പോലും വിട്ടു പോകാതെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള അടുത്ത ക്ലാസ്സുകൾ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്താൽ മതിയോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്